ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഈ വർഷത്തെ കർക്കിടക മാസം രാമായണ മാസമായി സമാചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വിവിധ കാര്യക്രമങ്ങൾ നമ്മുടെ സമാജത്തിൽ നടക്കുകയാണ്. വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഹിന്ദു വിശ്വാസ് ചാനലിൽ ദിവസവും തന്നെ രാമായണ സംബന്ധമായ പരിപാടികൾ നടന്നു. രാമായണ സന്ദേശങ്ങൾ. ഇന്ന് കർക്കിടക മാസത്തിൻ്റെ സമാപന ദിവസം. നമ്മൾ അല്പം ചില രാമായണ ചിന്തകൾ പങ്കുവയ്ക്കുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടി ഗൃഹങ്ങളിലും ക്ഷേത്രങ്ങളിലും ഭജനമഠങ്ങളിലും എന്ന് വേണ്ട സമൂഹം ഒന്നായി ചേരുന്ന ഇടങ്ങളിലെല്ലാം രാമായണ പാരായണങ്ങളും രാമായണ വിചാരങ്ങളും ഒക്കെ നടന്നു. ഏറെ സന്തോഷകരമാണ്. വലിയൊരു സാമാജിക തരംഗത്തെ ഉണ്ടാക്കും വിധം ഈ പ്രാവശ്യം രാമായണ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. 1982 എറണാകുളത്ത് വെച്ച് നടന്ന വിശാല ഹിന്ദു സമ്മേളനത്തിൽ കർക്കിടക മാസം രാമായണ മാസമായി സമാചരിക്കണമെന്നൊരു നിർദ്ദേശം വന്ന സമയത്ത് അന്ന് അതിനെ നിന്ദിക്കുകയും വിമർശിക്കുകയും എതിർക്കുകയും ചെയ്തവരൊക്കെ തന്നെ ഇന്ന് കർക്കിടക മാസത്തെ രാമായണ മാസമായി ഉയർത്തിക്കാണിക്കുന്നു. വളരെ സന്തോഷകരമാണ്. സമാജം മൊത്തത്തിൽ ഒരു ധാർമ്മികമായ പ്രവൃത്തിയെ ഏറ്റെടുത്താൽ ആരംഭത്തിൽ അതിനെ എതിർത്തവർ പോലും അനുകൂലിക്കുന്ന സ്ഥിതി വന്നു ചേരും എന്നുള്ള വലിയൊരു പാഠം ഇതിൽ നിന്ന് സമാജം ഉൾക്കൊള്ളേണ്ടതാണ്. ഏതായാലും ഈ ഒരു സന്ദർഭത്തിൽ ചില രാമായണ ചിന്തകളെ പങ്കുവയ്ക്കട്ടെ. നമുക്ക് പ്രത്യേകമായി പറയാനുള്ളത് വാൽമീകീയ രാമായണം നൽകുന്ന ധർമ്മ സന്ദേശത്തെ അതിൻ്റെ സകല ഭാവത്തിലും സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ അധ്യാത്മ രാമായണം ആ ധർമ്മ സന്ദേശത്തോടൊപ്പം ഭക്തിയുടെയും വേദാന്ത വിചാരത്തിൻ്റെയും അത്യന്തം ഗരിമയാർന്ന ചിന്തകളെ നമുക്ക് തരുന്നതിനെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ധർമാധിഷ്ഠിതമായി ഭക്തിയോടെ സദ്വിചാരത്തോടെ നമുക്ക് ജീവിതത്തിൽ മുന്നേറാനും എല്ലാ മേഖലകളിലും വിജയിക്കാനും സാധിക്കണം. എന്നാൽ ഈ വക സന്ദേശങ്ങളൊക്കെ പൂർണ്ണമായി നമ്മുടെ കുട്ടികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുമില്ല. അതുകൊണ്ട്
ഈ രാമായണ മാസം കഴിയുമ്പോഴത്തേക്ക് അവരുടെ ഉള്ളിൽ രാമായണ സന്ദേശത്തെ നൽകുന്ന കുറേ ചിത്രങ്ങളെ, കുറേ ബിംബങ്ങളെ ആഴത്തിൽ കോറിയിടാൻ നമുക്ക് സാധിക്കണം. ഇതിന് ഓരോ ഗൃഹത്തിൽ അമ്മയുടെ, അച്ഛൻ്റെ ഭാഗത്തു നിന്ന്, സമാജത്തിൽ ആചാര്യന്മാരുടെ സ്ഥാനത്ത് നിന്നൊക്കെ പരിശ്രമം ഉണ്ടാവേണ്ടതുണ്ട്. എന്താണ് ഈ ചിത്രങ്ങൾ കോറിയിടുക എന്നുള്ളതിലൂടെ ഉദ്ദേശിച്ചത്? നോക്കൂ, ദശരഥ മഹാരാജാവിൻ്റെ ചക്രവർത്തി സാർവഭൗമനായ ദശരഥൻ്റെ സുപുത്രനായ രാമൻ. രാമൻ ക്ഷത്രിയ വീരനാണ്. ആ ശ്രീരാമനും വനവാസി മൂപ്പനായ ഗുഹനും പരസ്പരാലിംഗനബദ്ധരായി നിൽക്കുന്നൊരു മനോഹര ചിത്രം. അത് രാമായണത്തിലെ വളരെ മനോഹരമായ വാങ്മയ ചിത്രമാണ്. ഈ ചിത്രം നമുക്ക് നമ്മുടെ പുതിയ തലമുറയ്ക്ക് നൽകാൻ സാധിക്കണം. അവരാലിംഗനബദ്ധരായി ഒന്നായി ചേർന്നിരിക്കുകയാണ്. രാമായണത്തിൻ്റെ വർണ്ണന അനുസരിച്ച് ഉരസിൽ ഉരസ് ചേർന്നുകൊണ്ട്, നെഞ്ചിൽ നെഞ്ച് ചേർന്നുകൊണ്ട് ഒന്നായുള്ള നിൽപ്പാണ്. ഈ ചിത്രം ചെറുപ്പത്തിലെ ഒരു ഹൃദയത്തിൽ കോറിയിടാൻ നമുക്ക് സാധിച്ചാൽ ധർമ്മവിരുദ്ധങ്ങളായ ആശയ പ്രചരണത്തിന് വേണ്ടി ഹിന്ദുധർമ്മം, സനാതനധർമ്മം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ജാതീയമായ ഉച്ചനീചത്വ ആരോപണങ്ങൾ, ബ്രാഹ്മണിക്കൽ ഹെജിമണി, ഇങ്ങനെയുള്ള പല ആശയങ്ങളെ കൊണ്ടുവന്ന് ഇതിനെ നിന്ദിക്കാൻ പരിശ്രമിക്കുന്നവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ ആ ബാലമനസ്സിനെ? ഒരിക്കലുമില്ല. കാരണം ഇവിടെ ഒന്നായി ചേർന്ന് ദശരഥപുത്രനും മൂപ്പനും നിൽക്കുകയാണ്. നോക്കൂ, ഇതുപോലുള്ള അനേക ചിത്രങ്ങൾ നമ്മൾ തയ്യാറാക്കുക. സീതാദേവി എത്ര വലിയ ദുഃഖമാണ് അനുഭവിക്കേണ്ടി വന്നത്. വനത്തിൽ വെച്ച് പ്രബലനായ രാവണനാൽ ഹരിക്കപ്പെടുക, തൻ്റെ രക്ഷയ്ക്കായി കൊണ്ടുവന്ന ജടായു തൻ്റെ കൺമുന്നിൽ ചിറകരിഞ്ഞ് വീഴ്ത്തപ്പെടുക, ബലിഷ്ഠനായ രാവണന് വിധേയയായി സമുദ്രത്തിന് മറുകരയിൽ അങ്ങ് വിദൂരദേശത്തെങ്ങോ കൊണ്ടുചെന്നാക്കപ്പെടുക, രാക്ഷസിമാരാൽ ചുറ്റപ്പെട്ട് മധ്യേ പ്രലോഭനത്തിനായി കൊണ്ടുവരുന്ന രാവണൻ്റെ ചെയ്തികൾ. എത്രമാത്രം ദുഃഖമാണ് സീതാദേവി അനുഭവിച്ചത്. ഈ ദുഃഖത്തിൻ്റെ കാരണങ്ങളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഏറ്റവും പ്രഥമമായുള്ളത് നിസ്സംശയം പറയാം, മാരീചനാൽ ആകർഷിക്കപ്പെട്ടതാണ്. പർണശാലയ്ക്കരികെ സൗവർണമായ ശരീരകാന്തിയോടും രജത ബിന്ദുക്കളോടും കൂടിയ മാൻ ഓടിച്ചാടി കളിക്കുകയാണ്. അരികെ വരുന്നു, ദൂരത്തേക്ക് ഓടി മറയുന്നു, പിന്നെയും വരുന്നു. സീതാദേവി ആകർഷിക്കപ്പെട്ടു. വനവാസത്തിന് പുറപ്പെടുന്ന സമയത്ത് സീതാദേവി രാമനോട് പറയുന്നുണ്ട്, 14 വർഷം പൂർത്തിയാകുന്നത് വരെ താൻ ഒന്നും ആവശ്യപ്പെടില്ല എന്ന്.
ഉള്ളതിലും ഇല്ലാത്തതിലും ഒന്നു ചേർന്ന് സുഖമായി ജീവിക്കുമെന്ന്. എന്നാൽ ഈ മാനിനെ കണ്ടപ്പോൾ തനിക്ക് വേണമെന്നായി. അതിനെ പിടിച്ചു കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയായി. ഒരിക്കലും ഇത് മാനല്ല, ഇത് രാക്ഷസന്മാരുടെ എന്തോ ചെയ്തിയാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ ഒരു ലക്ഷ്മണൻ ഉണ്ടായി. എന്നിട്ടും ആ ആകർഷണത്തിൽപ്പെട്ടു. എത്രമാത്രം ദുഃഖം അനുഭവിക്കേണ്ടി വന്നു. ഒന്ന് ചിന്തിക്കുക, ഇന്ന് നമ്മുടെയൊക്കെ മുമ്പിൽ, നമ്മുടെ മക്കളുടെ മുമ്പിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന, ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ഓരോ വ്യക്തിയുടെയും മുമ്പിൽ എത്രയെത്ര മാരീചന്മാരാണ് വന്നണയുന്നത്. എന്തെല്ലാം പ്രലോഭനങ്ങളാണ് ചെയ്യുന്നത്. അത് നഗ്നകളോ അർദ്ധനഗ്നകളോ ആയ സ്ത്രീകളാവാം. നിങ്ങൾക്കും കോടിക്കണക്കിന് രൂപ എളുപ്പം നേടിയെടുക്കാമെന്നുള്ള പ്രലോഭനങ്ങളാവാം. പലത്. പക്ഷേ ഒന്നതിൽ വീണ് കഴിഞ്ഞാൽ ജീവിതം നശിച്ചു. ഇതുപോലെ പല ആകർഷണങ്ങളുടെ മാരീച ഭാവങ്ങൾ. ഇതിൽ പെട്ടുകഴിഞ്ഞാൽ ദുഃഖമാണെന്നുള്ള പാഠം കൗമാര മനസ്സിന് പകർന്നു നൽകുന്ന ചിത്രം നമുക്ക് ആ ഹൃദയത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിഞ്ഞാൽ യാതൊരു സന്ദേഹവും ഇല്ല, എത്ര മാരീചന്മാർ വന്നാലും അവർ വീഴില്ല. ഇങ്ങനെ എത്ര ആയിരം ചിത്രങ്ങളുണ്ട്. നോക്കൂ, ധർമ്മമാണ് മനുഷ്യൻ്റെ അടിസ്ഥാനം. പ്രഥമ പുരുഷാർത്ഥം ധർമ്മമാണ്. ധർമ്മത്തിൽ അധിഷ്ഠിതമാണ് മനുഷ്യൻ്റെ ജീവിതം. എന്ന് വെച്ച് ധനം വേണ്ട, കാമം വേണ്ട എന്നാരും പറഞ്ഞില്ല. നമുക്കെല്ലാം ധനം വേണം, കാമം വേണം. എന്നാൽ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അർത്ഥകാമങ്ങളാകാവൂ. ധർമ്മവിരുദ്ധമായുള്ള അർത്ഥകാമങ്ങൾ ദുഃഖത്തെയാണ് നൽകുക. ഈയൊരു പാഠം വർത്തമാനകാലത്തിൽ വളരെ പ്രസക്തമാണ്. അതിനുതകുന്ന കുറേ ചിത്രങ്ങൾ നമ്മൾ ബാലമനസ്സിലേക്ക് പ്രവേശിപ്പിക്കൂ. നൂറുകണക്കിന് ചിത്രങ്ങളുണ്ട് രാമായണത്തിൽ. ഒന്ന് പറയാം, കൈകേയിയുടെ ചിത്രം. ആ അമ്മ തൻ്റെ പ്രിയപ്പെട്ട മകന് വേണ്ടി രാജ്യം ആഗ്രഹിച്ചു, രാജ്യം നേടിക്കൊടുത്തു. ഒരമ്മ മകന് രാജ്യം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അതിനു വേണ്ടി വലിയ ത്യാഗമാണ് കൈകേയി ചെയ്തത്. തൻ്റെ പ്രിയപ്പെട്ട പതിയുടെ മരണത്തിൽ കലാശിച്ച, തനിക്ക് ഈ പുത്രനോളം തന്നെ പ്രേമമുള്ള രാമൻ്റെ വനവാസത്തിലേക്ക് നയിച്ച ചെയ്തികളെല്ലാം കൈകേയി ചെയ്തു. ആർക്ക് വേണ്ടി? ഭരതന് വേണ്ടി. ആ ഭരതനാണ് ആ അമ്മയുടെ മുഖത്ത് നോക്കി പറയുന്നത്, ദുഷ്ടേ, രാക്ഷസി, നിന്നെ ഞാൻ കൊല്ലാതിരിക്കാൻ ഒറ്റ കാരണമേയുള്ളൂ. മാതൃഘാതകനായ സഹോദരനെ ശ്രീരാമചന്ദ്രൻ സ്വീകരിക്കില്ല എന്നുള്ള ഒറ്റ കാരണം. ഇത് കേൾക്കുന്ന അമ്മയുടെ ദുഃഖം എത്ര ഉണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തേ കാരണം? അർത്ഥചിന്ത ധർമ്മവിരുദ്ധമായി പോയി. നോക്കൂ, ശൂർപ്പണഖയുടെ ദുഃഖം അത് വല്ലാത്ത ദുഃഖമാണ്. മൂക്ക് മുറിയേണ്ടി വരിക, ധാരയായി രക്തം വാർന്നൊഴുകുന്ന രീതിയിൽ മുറിഞ്ഞ മൂക്കുമായി സഹോദരന്മാരുടെ അരികിൽ പോവുക. എന്നിട്ടോ തൻ്റെ നേരെ മുന്നിൽ അവർ ഖരനും ദൂഷണനും ത്രിശിരസും
14,000 രാക്ഷസ ശ്രേഷ്ഠരും ഒരൊറ്റ ശ്രീരാമചന്ദ്രനാൽ ചുരുങ്ങിയ നേരം കൊണ്ട് കൊന്നൊടുക്കപ്പെടുന്ന കാഴ്ച കാണുക. അത് കഴിഞ്ഞ് വലിയ സഹോദരനായ രാവണനരികെ ചെന്നപ്പോൾ പരിണാമമായി രാവണൻ സകുടുംബം നശിക്കുന്നത് കാണുക. എത്ര വലിയ ദുഃഖമാണ്. എന്തുകൊണ്ട്? അവിടെ കാമിച്ചു എന്നുള്ളതല്ല ദുഃഖഹേതു. വനത്തിൽ ഏകാന്ത ദേശത്തിൽ യുവകോമളന്മാരായ ചെറുപ്പക്കാരെ കാണുമ്പോൾ ഒരു യുവതിക്കുള്ളിൽ കാമചിന്ത വന്നു എങ്കിൽ അതിനെ തെറ്റെന്ന് പറയാൻ പറ്റില്ല. ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയ കാപട്യമുണ്ടെങ്കിലേ നമ്മൾ അങ്ങനെ പറയൂ. എന്നാൽ തൻ്റെ കാമപൂരണത്തിന് തടസ്സമായി നിൽക്കുന്നത് സീതയാണ് എന്ന തെറ്റിദ്ധാരണ കൊണ്ട് ആ സീതയെ കൊല്ലാൻ ഒരുങ്ങുകയാണ് ശൂർപ്പണഖ. ആ സന്ദർഭത്തിലാണ് ഇംഗിതജ്ഞനായ ലക്ഷ്മണൻ വാളെടുത്ത് ശൂർപ്പണഖയുടെ മൂക്ക് മുറിക്കുന്നത്. ചിന്തിക്കുക, അവിടെ കാമിച്ചതല്ല പ്രശ്നം, കാമം ധർമ്മവിരുദ്ധമായി എന്നുള്ളതാണ്. ഇങ്ങനെ വർത്തമാനകാലത്തിൽ അടിപതറാതെ മുന്നോട്ട് പോകാനുള്ള 100 ചിത്രങ്ങൾ നമ്മൾക്ക് സാധിക്കണം നമ്മുടെ മക്കൾക്ക്, പുതിയ തലമുറയ്ക്ക് കൊടുക്കാൻ. അതുപോലെ ഏറ്റവും പ്രസക്തമായ ഒരാശയം കൂടി പറയട്ടെ. പലപ്പോഴും നമ്മൾ അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് പരാതിപ്പെടുന്നവരാണ്. ശ്രീരാമചന്ദ്രനെ നോക്കൂ. സീതയെ വീണ്ടെടുക്കുന്നതിന് രാവണനോട് എതിരിടേണ്ട അവസ്ഥയാണ്. ആ സ്ഥിതിയിൽ ഒരു വാക്ക് പറഞ്ഞയച്ചാൽ മതി ഭരതനരികെ, വലിയ രാജസൈന്യം മുഴുവൻ വരും സീതയെ വീണ്ടെടുക്കാൻ. രാമൻ ചെയ്തില്ല. പിന്നെയോ വനവാസിയായ തനിക്ക് അവിടെ പ്രാപ്തമായ സമ്പത്തിനെ, ശക്തിയെ സ്വരൂപിച്ചു. ആ കാട്ടിൽ ഒന്നിച്ച് വസിച്ചിരുന്ന വാനരന്മാരെ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, കാരണം ജാമ്പവാൻ വാനരനല്ല. എല്ലാവരെയും സ്വരൂപിച്ചു, വനവാസികളെ സ്വരൂപിച്ചു. സർവ്വ ആയുധ സമ്പത്തും തികഞ്ഞവനാണ് രാവണനെന്നറിയാം. എന്നാൽ കല്ലുകൊണ്ടും മരം കൊണ്ടും പൊരുതുന്ന വലിയൊരു ബലം ഏകീകരിക്കാൻ സാധിച്ചപ്പോൾ ധർമ്മവിരുദ്ധ ശക്തിയെ പരാജയപ്പെടുത്താൻ രാമൻ മാതൃകാപരമായി പ്രവർത്തിച്ചു. അപ്പോൾ അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് പരിഭവം പറയാതെ, പരാതി പറയാതെ, തനിക്ക് ഏത് വിഭവത്തെ സ്വരൂപിക്കാൻ കഴിയുമോ അതിനെ സ്വരൂപിച്ച് കാണിച്ചു തന്നു. എന്നിട്ട് കാര്യസാധ്യം നേടി. അപ്പം ഇങ്ങനെയുള്ള കുറേ ചിത്രങ്ങൾ, 100 കണക്കിന് ചിത്രങ്ങൾ രാമായണ സഞ്ചാരം ചെയ്ത് ആർജിക്കാൻ നമുക്ക് സാധിക്കണം. അത് പുതിയ തലമുറയ്ക്ക് നൽകാൻ നമുക്ക് സാധിക്കണം. ഒപ്പത്തിനൊപ്പം ധർമ്മത്തിൻ്റെയും ഭക്തിയുടെയും വേദാന്തത്തിൻ്റെയും ശുദ്ധമായ സന്ദേശത്തെ നമുക്ക് ഏവർക്കും ഉൾക്കൊള്ളാൻ സാധിക്കണം. ഇതിനൊക്കെയുള്ള സാധ്യതയാണ് രാമായണം ഒരുക്കിയിട്ടുള്ളത്. ഏതായാലും അതിനെയെല്ലാം അനുസന്ധാനം ചെയ്ത് വേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കട്ടെ. രാമായണ ചിന്തകളെ സജ്ജന സമൂഹത്തിലെത്തിക്കാൻ പരിശ്രമിച്ച ഹിന്ദു വിശ്വാസ് ചാനലിൻ്റെ പ്രവർത്തനത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. വളരെ വളരെ സന്തോഷം. ഓം.